ഒരാളുടെ ഗട്ട് ഹെൽത്ത് ശരിയാണോ ശരിയല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വളരെ ഈസിയാണ്. ഒരാളുടെ ഡൈജഷൻ പ്രോപ്പറാണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി, പുളിച്ച് തകട്ടുക, കമ്പനം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളതാണ്. നമ്മളുടെ മോഷൻ പ്രോപ്പറാണോ, എല്ലാ ദിവസവും നമുക്ക് മോഷൻ ഫോഴ്സ്ഫുൾ അല്ല നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മോഷൻ പ്രോപ്പറാണോ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ നേരത്തെയൊക്കെ നമ്മളുടെ ഒരു ട്രഡീഷണൽ നാച്ചുറോപ്പതിയിൽ പറയുക, നിങ്ങൾ മലം, അതായത് മലമൂത്ര വിസർജനം പോകുമ്പോൾ മലം കഴിഞ്ഞ് നിങ്ങൾ കഴുകണം ഡെഫിനറ്റായിട്ട്, പക്ഷെ കഴുകേണ്ടി വരരുത് എന്നാണ് പറയുക. അത്രയും സ്മൂത്തായിട്ടാവണം നിങ്ങളുടെ എലിമിനേഷൻ നടക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഗട്ട് ഹെൽത്ത് പ്രോപ്പറാണോ എന്ന് അറിയാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ടയേർഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഡൈജഷൻ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ, നമ്മുടെ മോഷൻ ക്ലിയർ ആണോ, നമ്മൾ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെയും നമുക്ക് ഗട്ട് ഹെൽത്ത് വീക്ക് ആകുമ്പോഴാണ് പലപ്പോഴും നമ്മളുടെ മുഖത്ത് ചില പാടുകളുണ്ടാവും, നമുക്ക് ചില പിമ്പിൾസ് ഉണ്ടാവുന്നത് ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലാതിരിക്കുമ്പോഴാണ്. നമുക്ക് എപ്പോഴും ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നത് ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലാതിരിക്കുമ്പോഴാണ്. ഇടയ്ക്കിടയ്ക്ക് ഹെഡ് ഏക്ക് വരും നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സ്ട്രെസ്സ് വരും നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ. സോ ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മളുടെ ഗട്ടിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ ആ ഒരു ഇംബാലൻസ് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ഗട്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളൊന്നും നമുക്കില്ല എങ്കിൽ യെസ്, അവർ ഗട്ട് ഈസ് പെർഫെക്റ്റ്.